ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എങ്ങനെ നമ്മളുടെ ബിസിനസ് ഗൂഗിൾ മാപ്പിൽ ആഡ് ചെയ്യാമെന്ന് നോക്കാം. നമ്മുടെ ബിസിനസ്, ഓഫീസ് അല്ലെങ്കിൽ നമ്മുടെ ഷോപ്പ് ഇതെല്ലാം നമുക്ക് ഗൂഗിൾ മാപ്പിൽ ആഡ് ചെയ്യാം. ഇതിനായിട്ട് ഗൂഗിൾ മൈ ബിസിനസ് എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് ഈ വെബ്സൈറ്റിൽ നിങ്ങൾ പോവുക. അതിനുശേഷം നിങ്ങളുടെ ബിസിനസ് നെയിം ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഓൾറെഡി ആഡ് ചെയ്തിട്ടുള്ള ഒരു ബിസിനസ് നെയിം ആണെങ്കിൽ അവിടെ നമുക്ക് കാണിക്കും. അതിനുശേഷം നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് കാറ്റഗറി സെലക്ട് ചെയ്ത് കൊടുക്കാം. നമ്മളുടെ ബിസിനസ്സിൻ്റെ കാറ്റഗറി ഇവിടെ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ ഒരു ഓപ്ഷനിൽ നമുക്ക് ഒരു സ്റ്റോർ ഉണ്ടെങ്കിൽ യെസ് എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ഓൺലൈൻ സേവനങ്ങളാണെങ്കിൽ അത് നോ എന്ന് കൊടുക്കുക. അതിനുശേഷം ഇവിടെ നമ്മളുടെ ഫുള്ള് അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. എന്നിട്ട് നമുക്കിവിടെ ഈ ഒരു മാപ്പിൽ നമുക്ക് നമ്മളുടെ ലൊക്കേഷൻ കറക്റ്റായിട്ട് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് കൊടുക്കുക. എവിടെയാണോ നമ്മുടെ ലൊക്കേഷൻ അത് കറക്റ്റായിട്ട് കൊടുത്തതിന് ശേഷം ക്ലിക്ക് നെക്സ്റ്റ് എന്നുള്ളതിൽ കൊടുക്കുക. അതിനുശേഷം സെർവ് കസ്റ്റമർ ഔട്ട്സൈഡ് ദിസ് ലൊക്കേഷൻ അതും നമുക്ക് നെക്സ്റ്റ് കൊടുക്കുക. നിങ്ങളുടെ ബിസിനസ് അനുസരിച്ച് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഓപ്ഷൻസ് എല്ലാം നിങ്ങളുടെ ബിസിനസ്സിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമുക്ക് നിങ്ങളുടെ വെബ്സൈറ്റും പിന്നെ നിങ്ങളുടെ ഫോൺ നമ്പറും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഫിനിഷ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഗൂഗിൾ മാപ്പ് ഇത് നമ്മളുടെ ബിസിനസ് ആഡ് ആയിട്ടുണ്ട്. ഇനി ഇത് ഗൂഗിൾ വെരിഫൈ ചെയ്ത് ശേഷമാണ് നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ ആഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കത് ആ ഒരു ലൊക്കേഷനിലോട്ട് അവരൊരു പോസ്റ്റ് കാർഡൊക്കെ അയക്കും. എന്നിട്ടാണ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നത്. അതേപോലെ ഇവിടെ നമ്മളുടെ ടൈമിങ്, ബിസിനസ് ടൈമിങ് ഇതെല്ലാം നമുക്കിവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ക്ലിക്ക് ഓൺ സേവ് എന്നുള്ള ഓപ്ഷനിൽ കൊടുക്കുക. എന്നിട്ട് മെസ്സേജ് ഓപ്ഷൻസ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് എനേബിൾ ചെയ്തിടാൻ പറ്റും. എന്നിട്ട് ബിസിനസ് ഡിസ്ക്രിപ്ഷൻ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നിങ്ങളുടെ ഫോണിലെ ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ചും ചെയ്യാൻ പറ്റും. അത് എങ്ങനെ ചെയ്യുന്നതെന്നുള്ളൊരു വീഡിയോ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം. ഇവിടെ നമുക്ക് ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, നമ്മുടെ ഡാഷ്ബോർഡ് ക്ലിയർ ആയിട്ടുണ്ട്. ഇനി ഒരു വെരിഫിക്കേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെല്ലാം ആക്റ്റീവ് ആവും. പിന്നെ നിങ്ങൾക്ക് എത്ര ലൊക്കേഷൻ വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.